വെൽക്കം ടു ഡീറ്റോക്സ് ചാനൽ. ഇന്ന് ഈ ചാനലിലൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലോകപ്രശസ്തനായ ആൽബർട്ട് ബന്ദുര 1961 നടത്തിയ വളരെ പ്രശസ്തമായ ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന പരീക്ഷണത്തെ കുറിച്ചാണ്. മനുഷ്യ മനസ്സിനെ കുറിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണത്തിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് തെളിയിക്കപ്പെട്ടത്. അദ്ദേഹം 1961-63 ഇടയിൽ നടത്തിയ ഈ ഒരു പരീക്ഷണം ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എങ്ങനെയാണ് സ്വഭാവ രൂപീകരണത്തിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സ്വാധീനിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ച അത് വളരെ വ്യക്തമായിട്ട് ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണത്തിന്റെ നേട്ടം. ഈ ബോബോഡോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു മീറ്റർ 1.5 മീറ്ററിന്റെ ഇടയ്ക്കുള്ള അത്രയും നീളമുള്ള ഒരു ബോബോഡോളാണ്. ഒരു കാർട്ടൂൺ രൂപത്തിലുള്ളതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഇടുക്കിയും ചവിട്ടിയോ അല്ലെങ്കിൽ എടുത്തെറിയോ ഒക്കെ ചെയ്താൽ ഇത് നേരെ നിവർന്ന് നിൽക്കും, തനിയെ നിവർന്ന് നിൽക്കും. കാരണം അടിയിൽ ഭാരം കൂടുതലിട്ട് മുകളിലോട്ട് ഭാരം കുറഞ്ഞ ആ ഒരു പ്രത്യേക ഷേപ്പിലാണ്. എങ്ങനെ ഇട്ടാലും അത് നിവർന്ന് തനിയെ നേരെ നിൽക്കുന്ന ഒരു ഷേപ്പുള്ള ഒരു ഡോളാണ്, ഒരു പാവയാണ് ഈ ബോബോഡോൾ. ഇതിന് വെച്ചിട്ടാണ് ഇദ്ദേഹം 1961 അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹം അവിടെ പ്രൊഫസറായിരുന്നു. അവിടെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണമാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ കുട്ടികളെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള, അതായത് പ്രീ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അത് 4-നും 4.5 ഇടയിലുള്ള വയസ്സിന് ആ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു അവരുടെ മുന്നിലാണ് ഈ ഒരു ബോബോഡോൾ പരീക്ഷണം അദ്ദേഹം നടത്തിയത്. ഈ കുട്ടികളെ തന്നെ 72 വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ആ 72 കുട്ടികളെ തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അദ്ദേഹം ആ കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അദ്ദേഹം തന്നെ ഈ 3 ഗ്രൂപ്പില് 72 കുട്ടികളാണെന്ന് പറയാം. അപ്പൊ ഓരോ ഗ്രൂപ്പിലും 24 വീതം കുട്ടികളാണുള്ളത് ഓരോ ഗ്രൂപ്പിലും. അപ്പോൾ 24 വീതമുള്ള 3 ഗ്രൂപ്പ് കുട്ടികളെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് അദ്ദേഹം ആദ്യത്തെ ഗ്രൂപ്പിന് എന്താണ് അഗ്രസീവ് ഗ്രൂപ്പ്, അഗ്രസീവ് ആയിട്ട് നോൺ അഗ്രസീവ്, ന്യൂട്രൽ ഗ്രൂപ്പായിട്ട്. അതായത് അഗ്രസീവ് എന്നുള്ള ആ റോൾ മോഡല് ആ കുട്ടികളുടെ മുന്നിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഈ ബോബോഡോളിനെ ഒരു മെയിലും ഫീമെയിലും ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇടുക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും മുക്കുകയും മോശമായ ഭാഷ ഉപയോഗിച്ചിട്ട് തെറി പറയുകയൊക്കെ ചെയ്ത് ഒരു 24 കുട്ടികൾ. ഈ 24 കുട്ടികളെ തന്നെ ഈ 3 ഗ്രൂപ്പിനെ സബ് ഡിവൈഡ് ഇദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ 12 വീതാക്കിയിട്ടുണ്ട്. എഗെയിൻ സബ് ഡിവൈഡ്, അതായത് 12 വീതാക്കിയിട്ടുണ്ട്. അതായത് 12 കുട്ടികളെ മുന്നില് മെയിൻ ആയിട്ടുള്ള ആളുകള്, അഡൽട്ട് ആയിട്ടുള്ള മുതിർന്ന പുരുഷനായിട്ടുള്ള ആള് വന്നിട്ട് ഈ ബോബോഡോളിനെ ഇടിക്കുകയും ചവിട്ടുകയും അതിന് തെറി പറയുകയും മൂക്കിലിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മറ്റുള്ള അടുത്ത സബ് ഗ്രൂപ്പായിട്ടുള്ള 12 കുട്ടികൾ അടങ്ങുന്ന ഗ്രൂപ്പില് ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഫീമെയിൽ അഡൽട്ട് വന്നിട്ട് അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ വന്നിട്ട് അവര് ആ ഡോളിനെ ഇടിക്കുകയും ചീത്ത പറയുകയും അഗ്രസീവായിട്ട് പെരുമാറുകയും ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ 2 ഡിവൈഡ് ചെയ്തിട്ടാണ്. അങ്ങനെ ഈ 24 വീതമുള്ള 3 ഗ്രൂപ്പിനെ ഇദ്ദേഹം വീണ്ടും ഒരു 6 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. 12 വീതമുള്ള, അതായത് ഓരോ ഗ്രൂപ്പിന്റെ മുന്നിലും ഇങ്ങനെ മെയിൽ അഡൽട്ട് കാണിക്കുന്നതും ഫീമെയിൽ അഡൽട്ട് അഗ്രസീവായിട്ട് പെരുമാറുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് നോൺ അഗ്രസീവ് എന്ന് പറയുന്നത്. ഈ നോൺ അഗ്രസീവിന്റെ മുന്നിൽ ഇദ്ദേഹം യാതൊരു അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു അക്രമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഡോളിനോട് പെരുമാറുന്നില്ല. അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ ഫെയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, നല്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ചീത്ത വാക്കുകൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ വളരെ നല്ല രീതിയിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കുട്ടികളുടെ ഈ ഡോളിനോട് അല്ലെങ്കിൽ അവർക്ക് കുറെ കളിപ്പാട്ടങ്ങൾ, ഡോളുകളൊക്കെ നൽകിക്കൊണ്ട് അവിടെ യാതൊരുവിധ അക്രമവും അവരുടെ മുന്നിൽ കാണിക്കുന്നത്. ഇങ്ങനെ അഗ്രസീവായിട്ടും നോൺ അഗ്രസീവായിട്ടുള്ള 2 ഗ്രൂപ്പിനെ വെച്ചിട്ട് പിന്നെ മൂന്നാമതുള്ള ന്യൂട്രലാണ്. ആ ന്യൂട്രൽ ഈ അഗ്രസീവായിട്ടുള്ള ഈ കാര്യങ്ങളെ കാണിച്ച കുട്ടികൾ പിന്നീട് അവർക്ക് ഇൻഡിവിജ്വലായിട്ട്
ഈ ഒരു റോബോട്ടുകളെ നൽകി. അപ്പൊ അവര് ആ ഒരു സീനില് അവര് അതേ രീതിയിൽ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവര് ആ ഡോളറിനോട് വളരെ മോശമായിട്ട് ചവിട്ടുകയും എറിയുകയും ഒക്കെ അവര് ആ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹാമർ കൊണ്ടൊക്കെ ഇടിക്കുകയും പിന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതില്. ഇതില് എങ്ങനെ എന്താണോ അവര് അതിൽ കണ്ടത് അവരെ മുന്നിൽ അവര് കാണാനിടയായി അത് തന്നെ ഇതില് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിന് ശേഷം അതേസമയത്ത് ഈ ടോയ്സും മറ്റ് അതുപോലെയുള്ള കളിപ്പാട്ട ഉപകരണങ്ങളും നോൺ അഗ്രസീവ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ നോൺ അഗ്രസീവ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള യാതൊരു ബിഹേവിയറും അല്ലെങ്കിൽ ഒരു പെരുമാറ്റവും ആ കുട്ടികളിൽ നിന്ന് കണ്ടില്ലാത്തത്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കുട്ടികൾ എന്താണോ തങ്ങളുടെ ചുറ്റിലും കാണുന്നത് അത് അവര് അവര് മനസ്സിലേക്ക് അത് സ്വാംശീകരിക്കുന്നു, അല്ലെങ്കിൽ അത് അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട് കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, ചുറ്റുപാടുള്ള കാര്യങ്ങള് കുട്ടികളെ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും നല്ല ഉദാഹരണ സഹിതമാണ് ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു കൊണ്ട് വന്നത്. അപ്പോ ഇത് നമുക്ക് കാണാം, ഈ ഭൂമിയില് ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല. സാഹചര്യങ്ങൾ ചുറ്റുപാടുകളുമാണ് അവരെ ഇങ്ങനൊരു കാര്യത്തിലേക്ക് അവരുടെ സ്വഭാവത്തിന് കൊണ്ടുവരുന്നത്, അവർ നന്മയായാലും തിന്മയായാലും. അപ്പോ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുക എന്നുള്ളത് അവരെ വീട്ടിൽ വെച്ച് തന്നെ, അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സമൂഹവും ചുറ്റുപാടുള്ള അവരുടെ സുഹൃത്തുക്കള് അവരുടെ വഴിയിലുണ്ടായ എല്ലാ കാഴ്ചകളും തന്നെ അവരുടെ സ്വഭാവത്തില് വലിയ സ്വാധീനം ചെലുത്തുന്നത്. ഈ ഒരു പരീക്ഷണത്തിലൂടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ഈ അഗ്രസീവ് മോഡലിന്റെ മുന്നിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സീൻ കണ്ടപ്പോ 90% കുട്ടികളും ഈ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതേ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള ആക്രമണപരമായിട്ടുള്ള വാക്കുകളും അതിലേക്ക് മോശമായ വാക്കുകളും പ്രകടനങ്ങളും ഒക്കെ അവർ നടത്തി എന്നുള്ളതാണ് ഈ 90%. വേറൊരു കാര്യം ഈ ഒരു പരീക്ഷണത്തിലൂടെ ആൽബർട്ട് ബന്ദുര തെളിയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ അഗ്രസീവ്നെസ് കണ്ട കുട്ടികൾ തന്നെ 40% കുട്ടികളും ഒരു വലിയൊരു 5-6 കുറെ മാസങ്ങൾക്ക് ശേഷം അതേ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതായത് അവരുടെ മനസ്സിൽ നിന്ന് ഈ ഒരു ഫസ്റ്റ് ഇവര് കണ്ട കാഴ്ചകൾ അവരുടെ മനസ്സിൽ നിന്ന് വേർപെട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇത് വേറൊരു കാര്യം അദ്ദേഹത്തിന്റെ ഈ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടതെന്ന് പറഞ്ഞാല്, പിന്നെ ഈ ഒരു കുട്ടികളുടെ ഈ ഒരു ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ചില റിവാർഡ് കൊടുക്കുമല്ലേ, അത് സ്വഭാവം അവർ പ്രകടനം നടത്തുമ്പോൾ അവർക്ക് റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിവാർഡ് ആണെങ്കിൽ അവരത് കൂടുതൽ ആ ഒരു സ്വഭാവം അവർ കൂടുതൽ പരിപോഷിക്കുന്നു. അതായത് പിന്നെ കുട്ടികൾക്ക് അതൊരു എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ, ഏതെങ്കിലും ഒരു സ്വഭാവ പ്രകടനത്തിലൂടെ അവർക്ക് ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു സ്വഭാവം കൂടുതൽ അവരിലേക്ക് കൂടുതൽ ഫലവത്താവുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം ഈ പരീക്ഷണത്തിലൂടെ വന്നത്, ഈ മെയിൻ അഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു ഷോയിലൂടെ പിന്നെ മെയിലും അഗ്രസീവ് മോഡൽ കാണിച്ചിട്ടുണ്ട്, ഫീമെയിലിനെ വെച്ചൊന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ അധികവും ഈ മെയിലിന്റെ അഗ്രസീവ്നെസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഫീമെയിലിനെക്കാളും മെയിൽ ക്യാരക്ടേഴ്സ്, മെയിൽ അഡൽട്ട് കാണിച്ച രീതി അതിനെയാണ് കൂടുതൽ അഗ്രസീവായിട്ട് ഫിസിക്കലി, അതായത് അക്രമങ്ങൾ അവര് കൂടുതൽ തങ്ങളുടെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവര് കൂടുതൽ അനുകരിച്ചത് മെയിൽ മോഡൽ കണ്ടതിന് ശേഷമാണ്. നേരെ മറിച്ച് ഈ വെർബൽ അഗ്രസീവ്നെസ്സിന് സെയിം ആണെന്ന് പറഞ്ഞത്. പിന്നെ പെൺകുട്ടികൾ പിന്നെ സ്ത്രീകളിൽ നിന്ന് സ്ത്രീ മോഡലിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയത് വെർബൽ അഗ്രസീവ്നെസ് ആണ്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഡിഫറൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഈ കുട്ടികൾ ഫീമെയിൽ ചിൽഡ്രൻ അല്ലെങ്കിൽ മെയിൽ ചിൽഡ്രൻ ആണ് കൂടുതൽ ഫിസിക്കൽ അഗ്രസീവ്നെസ്സിലേക്ക് പോകുന്നത്. അതായത് ഫീമെയിൽ ചിൽഡ്രനെ കാണണം. ഫീമെയിൽ ആകുമ്പോൾ ഫീമെയിലാണ് വെർബലിനെ കൂടുതലും, മെയിലിനേക്കാൾ കൂടുതൽ വെർബൽ അബ്യൂസീവ്, വെർബൽ അഗ്രഷനിലേക്ക് പോകുന്നത്
ഫീമെയിൽ ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇദ്ദേഹം വളരെ പ്രശസ്തമായ ഈ ബോബോഡോൾ എക്സ്പെരിമെന്റിലൂടെ ലോകത്തിന് മുന്നിൽ വളരെ ക്ലിയർ ആയിട്ട് തെളിയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സോഷ്യൽ ലേണിംഗ് ബിഹേവിയർ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അത് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വീണ്ടും അടിവരയിടുന്ന, അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിലൂടെ അടിവരയിട്ട ഒരു കാര്യം തന്നെയാണ് ഇടുന്നത്. നമ്മുടെ ഓരോ കുഞ്ഞിനും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇവിടെ ജനിച്ചു കഴിയുമ്പോൾ കുറ്റവാളിയായിട്ടല്ല ജനിക്കുന്നത്, സമൂഹവും അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടുകളാണ് അവനെ കുറ്റവാളിയോ അല്ലെങ്കിൽ നല്ല ആളോ ഒക്കെ ആക്കി തീർക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഒരു ബോബോഡോൾ എക്സ്പെരിമെന്റിലൂടെ വളരെ കൃത്യമായിട്ട് ഈ തെളിയിക്കപ്പെട്ടത്. വളരെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ മനഃശാസ്ത്ര ലോകത്ത് ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആൽബർട്ട് ബന്ദുര, ആധുനിക പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ അതിപ്രഗത്ഭരായ സ്കിന്നറെയും പിയാഷയുടെയും ഫ്രോയിഡിന്റെയും ഇടയിൽ വളരെ പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലെ വീണ്ടും കാണാം. ബൈ.